തമിഴ്നാട്ടിലെ കടലൂർ ജില്ലയിലെ ലെവൽ ക്രോസിൽ ഒരു പാസഞ്ചർ ട്രെയിൻ ഒരു സ്കൂൾ വാനിലിടിച്ച് 3 കുട്ടികൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിന് പിന്നാലെ ദക്ഷിണ റെയിൽവേ നടത്തിയ പ്രഥമദൃഷ്ട്യാ അന്വേഷണത്തിൽ വാൻ ലെവൽ ക്രോസിലൂടെ ഓടിക്കാൻ പാടില്ലാത്ത സമയത്ത് അത് ഓടിച്ചുകൊണ്ടുപോയി എന്ന സൂചനകളാണ് പുറത്തുവന്നത്. എന്നാൽ ഗേറ്റ് തുറന്നിരുന്നുവെന്ന് ദൃക്സാക്ഷികളും അതിജീവിച്ചവരും അവകാശപ്പെടുകയാണ്. രാവിലെ 9 മണിക്ക് ദക്ഷിണ റെയിൽവേ പുറത്തിറക്കിയ ആദ്യ ഔദ്യോഗിക പ്രസ്താവനയിൽ ഗേറ്റ് കീപ്പർ ഗേറ്റ് അടയ്ക്കാൻ പോകുമ്പോൾ വാൻ ഡ്രൈവർ ക്രോസ് ചെയ്യാൻ നിർബന്ധം പിടിച്ചുവെന്നും അത് അനുവദിക്കാൻ പാടില്ലായിരുന്നുവെന്നുമാണ് അവകാശപ്പെട്ടത്. എന്നിരുന്നാലും ഉച്ചയ്ക്ക് ശേഷം കൂടുതൽ വിശദമായ പ്രസ്താവനയിൽ റെയിൽവേ ഉദ്യോഗസ്ഥർ പറയുന്നത് വാൻ എത്തുമ്പോൾ ഗേറ്റ് അടച്ചിട്ട നിലയിലായിരുന്നു. എന്നിരുന്നാലും സ്കൂളിൽ എത്തുന്നതിനുള്ള കാലതാമസം ഒഴിവാക്കാൻ ഗേറ്റ് കടക്കാൻ അനുവദിക്കണമെന്ന് വാൻ ഡ്രൈവർ നിർബന്ധം പിടിച്ചുവെന്നതാണ്. ഉച്ചയ്ക്ക് പുറത്തിറക്കിയ പ്രസ്താവനയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും കുറ്റപ്പെടുത്തുന്നുണ്ട്. ദക്ഷിണ റെയിൽവേ ഇതിനകം ഒരു അണ്ടർപാസ് അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ 1 വർഷമായി ജില്ലാ കളക്ടർ അതിനുള്ള അനുമതി നൽകിയില്ല എന്നും കുറ്റപ്പെടുത്തുന്നു. എന്നാൽ വാൻ അടുത്തെത്തിയപ്പോൾ ഗേറ്റ് തുറന്നിരുന്നുവെന്ന അപകടത്തെ അതിജീവിച്ചവരും ദൃക്സാക്ഷികളും അവകാശപ്പെടുകയാണ്. ഗേറ്റ് തുറന്നിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഗേറ്റ് കടക്കുമ്പോൾ ട്രെയിൻ സൈറനോ ശബ്ദമോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നതാണ് പരിക്കേറ്റ വാൻ ഡ്രൈവറിന്റെ പ്രതികരണം. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.